ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രതിഷേധം ആളിക്കത്തുകയും പാർലമെന്റ് നടപടികൾ സ്തംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് ഉറപ്പുകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തിരിച്ചടിച്ചതോടെ വിഷയം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെക്കാളും ക്ഷേമത്തെക്കാളും വലുതായി മറ്റൊന്നില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദ്യപേപ്പർ ചോർച്ച കേസുകളിൽ കുറ്റക്കാർക്ക് അതിവേഗം കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ചു. ഇതിനായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തന്റെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം നടന്ന NDA യോഗത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയെ ഒരു കൊടും പാപമെന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം വന്ന് മിനിറ്റുകൾക്കകം രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവി ഏറ്റവും അധികം നശിപ്പിച്ചത് പ്രധാനമന്ത്രി തന്നെയാണെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായും തകർക്കാൻ കൂട്ടുനിന്ന പ്രധാനമന്ത്രി അതിന് കാരണക്കാരായ എല്ലാവരെയും സംരക്ഷിക്കുകയാണെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടെ 180ലധികം ചോദ്യപേപ്പർ ചോർച്ചകൾ നടന്നിട്ടും ഒരാൾ പോലും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ രാഹുൽ ഗാന്ധി വീണ്ടും ആവർത്തിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക, വിദ്യാർത്ഥികളോട് പരസ്യമായി മാപ്പ് പറയുക, സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP ഉൾപ്പെടെയുള്ളവരും രംഗത്തുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാടെന്ന് അവർ വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയിലും വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിലും പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് പ്രതിപക്ഷം. സഭയിൽ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെങ്കിലും രാജി എന്ന ഉപാധി മുന്നോട്ട് വെച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്നാണ് സർക്കാരിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.